അപ്പൊ നവംബർ 21-ന് നമ്മൾ കാത്തിരുന്ന വിലായത്ത് ബുദ്ധ തിയേറ്ററിലെത്തുകയാണ്. അപ്പൊ സിനിമയിലെ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. നേരെ പോവാം. രാജേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനഗണമനയിലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു 3 പേജൊക്കെ സിമ്പിൾ ആയിട്ട് വന്നിട്ട് ആണല്ലേ? ചേട്ടൻ അല്ലാണ്ട് എനിക്ക് വേറൊരാളെയും ഭാസ്കരമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതായത് ഷമിച്ചേട്ടൻ പെർഫോം ചെയ്യണത് കണ്ടപ്പോ ആ വോയിസ് സ്വാഗ് ആണ്. നോട്ട് ജസ്റ്റ് ഡയറക്ടർ, ഇപ്പൊ ജയൻ ചേട്ടന്റെ കൂടെ വെറുതെ ഒരു 5-10 മിനിറ്റ് ഇരുന്ന് സംസാരിച്ച് തന്നെ ഭയങ്കര ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഗുരുവിന്റെ സിനിമ എന്ന് പറഞ്ഞില്ലേ, ശിഷ്യൻ ഇതായിരുന്നെങ്കിൽ ഗുരു എന്തായിരിക്കും ഇതിന്റെ വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് ഭയങ്കര ഗ്രാൻഡ് ആട്ടോ. പടം ആക്ച്വലി ഭയങ്കര ഗ്രാൻഡ്. അത് തിയേറ്ററിൽ തന്നെ, ഈ പടം തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണേണ്ട മൂവിയാണ്. ഹലോ, ഹായ്. സിനിമ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കഥ കേൾക്കുന്നു, പിന്നെ സ്ക്രിപ്റ്റ് വായിക്കുന്നു, അങ്ങനെയാണല്ലോ അതിന്റെ ഒരു പ്രോസസ്സ്. കഥ ഇഷ്ടപ്പെട്ടു, സ്ക്രിപ്റ്റ് വായിക്കുന്നു. ഇത് പറയുമ്പോൾ ഒരു ബുക്ക് തന്നെ നമുക്ക് ആദ്യം കയ്യിലുണ്ട്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞിട്ട് അത് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ ഒരു കഥാപാത്രവും കഥാപശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കാൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ ആക്ച്വലി ബുക്ക് വായിക്കുന്നത് സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷമാണ്. ഞാൻ നല്ലോണം വായിക്കുന്ന ഒരാളാണ്, റൈറ്ററും കൂടിയാണ്. അപ്പൊ ചെറുപ്പം തൊട്ട് ഞാൻ വായിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി പണ്ട് ഒരു ബുക്ക് വായിക്കുമ്പോൾ നമ്മുടെ തലയിൽ ആ ലോകം തന്നെ നമ്മൾ സൃഷ്ടിച്ചെടുക്കില്ല. ആ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു പരിപാടി ഉണ്ടാവും. ചില സമയത്ത് അത് സിനിമയായി വരുമ്പോ ഞാനിങ്ങനെ എന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യോ എന്ന് പറഞ്ഞാൽ ഞാൻ കാണാം. അപ്പൊ ആക്ച്വലി ഇത്രയും ആൾക്കാർ വായിച്ചൊരു പുസ്തകം, വളരെയധികം സെലിബ്രേറ്റഡ് ആയ ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഈ ബുക്കിലുള്ളത്. അപ്പോ ബുക്ക് വായിച്ചപ്പോ ഡെഫിനറ്റ്ലി ഒരു ക്ലാരിറ്റി കിട്ടി. അതുകൂടാണ്ട് GR ഇന്ദുഗോപൻ സാറിന്റെ കൂടെ ഇരുന്ന് കുറെ ദിവസം ജസ്റ്റ് സംസാരിക്കുമായിരുന്നു. ആളാണല്ലോ ജന്മം നൽകിയ ക്യാരക്ടേഴ്സിനൊക്കെ. ബട്ട് എന്താണ് ഒരു ചാലഞ്ച് എന്ന് പറയുമ്പോൾ ആൾക്കാര് മനസ്സിൽ കണ്ടപ്പോ എന്റെ ക്യാരക്ടർ ചൈതന്യം, ആൾക്കാര് മനസ്സിൽ കണ്ട ഒരു ചൈതന്യം ആവാൻ പറ്റണേ എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക് ബുക്ക് വായിക്കുമ്പോ ഉണ്ടായിരുന്നു. ബുക്ക് വായിച്ചപ്പോ എക്സൈറ്റഡ് ആയത് അതായത് ചൈതന്യം എന്ന് പറയുന്നത് തന്നെ ത്രൂ ഔട്ട് ഡബിൾ മോഹന്റെ ജീവിതത്തിൽ മൊത്തം കഥേനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അയ്യോ, ഡെഫിനറ്റ്ലി ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. സിനിമയിൽ ഞാൻ തുടക്കക്കാരിയാണ്. ആ ഒരു സമയത്ത് ഇത്രയും വലിയൊരു സിനിമ, ഇത്രയും വലിയൊരു കഥാപാത്രം എന്നെ തേടി വരുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോ എനിക്ക് എന്നും എന്താ പറയാ, ഈ സിനിമ എന്നിലേക്ക് വന്ന ദിവസം തൊട്ട് എന്നും രാവിലെ എണീക്കുമ്പോ നന്ദി എന്ന് മാത്രം എനിക്ക് ആ ഒരു ഫീലിംഗ് ആണ്. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ ആക്ച്വലി പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യണത്. അപ്പോൾ എനിക്കത് ഈ വിലായത്ത് ബുദ്ധയുടെ ബുക്ക് വായിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഡയറക്റ്റ് പക്ഷെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കഥയാണത്. GR ഇന്ദുഗോപൻ എന്ന് പറയുന്ന നോവലിസ്റ്റിന് നമുക്കെല്ലാം അറിയാം. പുള്ളിയുടെ സ്ക്രിപ്റ്റ് നേരത്തെ സിനിമകളൊക്കെ GR ഇന്ദുഗോപൻ സ്ക്രിപ്റ്റ് റൈറ്റർ എങ്ങനെയായിരുന്നു? അത് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ആളാണല്ലോ ഈ കഥാപാത്രങ്ങൾക്കും വിലായത്ത് ബുദ്ധ എന്നുള്ളൊരു, വിലായത്ത് ബുദ്ധ ആ കഥയിലെ കഥാപശ്ചാത്തലവും കഥയും അതിലെ എല്ലാ കഥാപാത്രങ്ങളെയും ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആളാണ് GR ഇന്ദുഗോപൻ. അപ്പൊ നിങ്ങൾ അഭിനയിക്കുമ്പം നിങ്ങളുടെ ഒരു സാധനം ഇതിങ്ങനെ തന്നെ ആയിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ഇതിങ്ങനെ തന്നെ പോണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഇതിപ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇന്ദുഗോപൻ ചേട്ടനോട് പോയി ചോദിക്കും, നിങ്ങള് മനസ്സിൽ കണ്ട ചൈതന്യം തന്നെയാണോ ഇത്? അപ്പോ ആളുടെ ഒരു എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്കൊരു ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. കാരണം ആദ്യം എന്റെ മനസ്സിൽ ഞാൻ ഇന്ദുഗോപൻ ചേട്ടനെയാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ചെയ്യുന്ന കഥാപാത്രത്തില്. കാരണം ആളാണല്ലോ ആദ്യം ഇത് മനസ്സിൽ കണ്ടത്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിക്കും, ഇയാളോ മനസ്സിൽ കണ്ടത്? ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കഥ പലർക്കും അറിയാം, നേരത്തെ അറിയാം ഈ കഥ ഇങ്ങനെയാണ്. അത് സിനിമയാകുമ്പോൾ എന്തായിരിക്കും അതിനകത്ത് കൂടുതൽ ഉണ്ടാവുക? നമ്മൾ എന്തായിരിക്കും അതിന് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം? വിഷ്വൽ ബ്യൂട്ടി. വിഷ്വല് DOP ചെയ്തേക്കുന്നത് അതെങ്ങനെ ഉണ്ടായിരുന്നു? ഇവരുടെ നമ്മുടെ കാന്താരയൊക്കെ പറയേണ്ട ആവശ്യമുണ്ട്, അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണോ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്? അത്ര എക്സൈറ്റഡ് ആയിരിക്കൂല്ലേ നിങ്ങള്? പിന്നെ ഇത് തിയേറ്ററിൽ ഇതിന്റെ ഒരു വിഷ്വൽ ഒരു അല്ല അങ്ങനെ തന്നെ ട്രീറ്റ് ആയിരിക്കും. ഷൂട്ട് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഫോട്ടോ എഡിറ്ററിന്റെ മോണിറ്ററിൽ പോയി കാണും, ഇങ്ങനെയാണ് ഈ ഒരു ഫ്രെയിം ചെയ്യുന്നത് എന്നൊക്കെ. അപ്പൊ അതെന്തായാലും തിയേറ്ററിൽ ഇതിനേക്കാൾ
ഗംഭീരാവും. ആയിരിക്കുമല്ലോ. ഭയങ്കര എക്സൈറ്റഡ് ആ 21st പോയി കാണണം. ധ്രുവ് എങ്ങനെയാ സിനിമയിലേക്ക് വരുന്നത്? ഞാൻ ആക്ച്വലി ഇത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യണത്. അപ്പോൾ ഞാൻ വളരെ ലക്കി ആയിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു റോള് കിട്ടിയത്. ഞാൻ ഇതുവരെ ചെയ്ത ഒരു ക്യാരക്ടറും അല്ല, ഞാനൊരു റേഞ്ച് ഓഫീസറായിട്ടാണ്. കണ്ടിരുന്നു പുഷ്പ കളിക്കല്ലേ. അതെ, ഓഫീസറായിട്ടുള്ള ഒരു ഇതാണ്. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ച്. അതെ, ഇതുവരെ ഒരു ഇങ്ങനത്തെ ഒരു ഓഫീസർ വേഷം ഇല്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. അപ്പൊ എനിക്ക് ആദ്യമേ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ മനു, മേക്കപ്പ് മാൻ മനു എന്നെ ഒന്ന് മുടിയൊക്കെ വെട്ടി താടിയൊക്കെ എടുത്ത് ഒരു ലുക്ക് വന്നപ്പോ ഓക്കെ, ഏകദേശം ഒരു പോലീസ് ക്യാരക്ടറിന് വേണ്ടി അതിനെന്തെങ്കിലും പ്രിപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും? പ്രിപ്പറേഷൻ ഞാൻ പകുതിനാണ് ജോയിൻ ചെയ്തത്. അപ്പൊ എനിക്ക് തന്നെ അറിയണ്ടായിരുന്നില്ല എന്നിൽ ഇങ്ങനെ ഒരു പോലീസ് ഓഫീസർ ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പോലീസ് ഓഫീസറുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. മനു അത് മുടിയൊക്കെ വെട്ടി താടിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇങ്ങനെയാക്കാല്ലേ. പിന്നെ യൂണിഫോം വന്നപ്പോ അറ്റയർ കിട്ടി. പിന്നെ അത് എന്താ എന്നുള്ളത് പിന്നെ ജയൻ ചേട്ടനാണ്, പുള്ളിയാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ്. അപ്പൊ പുള്ളിയാണ് എന്നെ മോൾഡ് ചെയ്തത് മാക്സിമം. പുള്ളിയാണ് എന്നെ ആ കഥ അല്ലെങ്കിൽ ആ റേഞ്ച് ഓഫീസർ എന്താണ് എന്നുള്ളത് പുള്ളിയാണ് എന്നെ. എങ്ങനെ നല്ലൊരു ക്യാരക്ടർ ആണോ? നല്ല ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി പോലീസുകാരെയും മിലിറ്ററി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ എനിക്ക് അത് കൂടുതൽ ഇഷ്ടമായിരുന്നു. പൃഥ്വിരാജിന്റെ കൂടെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് രാജുവേട്ടന്റെ കൂടെ രണ്ടാമത്തെ പടമാണ്. കാരണം ജനഗണമന ഓൾറെഡി ചെയ്തുകൊണ്ട് എനിക്ക് രാജുവേട്ടന്റെ കൂടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോ എനിക്കറിയാം രാജുവേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനഗണമനയിലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു 3 പേജൊക്കെ സിമ്പിൾ ആയിട്ട് വന്ന് പറയുന്ന ഒരാൾ, അത്രയും ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരാളാണ്. പ്രേമവത ഫസ്റ്റ് ടൈം ആണോ? അതെ, ഞാൻ ആദ്യമായിട്ട് രാജുവേട്ടനെ നേരിട്ട് കാണുന്നത് തന്നെ ബുദ്ധയുടെ സെറ്റിലാണ്. രാജുവേട്ടന്റെ എത്ര പടങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മള്. ഇത്രയും നോളജബിൾ ആണ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ എപ്പോഴെങ്കിലും രാജുവേട്ടനെ കാണണം, അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റണം എന്നൊക്കെ എല്ലാ ആക്ടേഴ്സ് ആഗ്രഹിക്കുന്ന പോലെ ഞാൻ എവിടെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോ ബട്ട് ഭയങ്കര സപ്പോർട്ടീവ് ആട്ടോ. കാരണം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ചൈതന്യം എന്നുള്ളൊരു ക്യാരക്ടറിൽ ഇത്രയും കംഫർട്ടബിൾ ആവാൻ പറ്റുന്നു. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഡബിൾ മോഹനൻ അത്രയും തന്നെ ഒരു കംഫർട്ടബിൾ ഒരു സ്പേസ്. അതെ, പിന്നെ ഇപ്പൊ ധ്രുവൻ നേരത്തെ പറഞ്ഞ പോലെ 3-4 പേജസ് ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ലൈറ്റ് ആയിട്ടൊരു സീൻ എടുത്ത് പോലും മൊത്തം പഠിച്ച് പുള്ളി ഫുൾ പ്രിപ്പയർഡ് ആയിരിക്കുന്നതിനും കൂടെ നിങ്ങൾക്കും അതുപോലെ തന്നെ അല്ലേ? അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ അല്ലേ? എന്താണ്, ഒരു ദിവസം എത്ര തിരക്കുള്ളൊരു മനുഷ്യനാണ്. അതെ അതെ. അപ്പോ എന്നിട്ടും എന്ത് പ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഓൾസോ ഓരോ സിനിമ കഴിയുമ്പോൾ ഓരോ ആക്ടേഴ്സിന്റെയും നമ്മളൊരു ടേക്ക് അവേ എടുക്കില്ലേ, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് പഠിച്ചു പോകില്ലേ. എനിക്ക് ആക്ച്വലി രാജുവേട്ടനോട് വർക്ക് ചെയ്തിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയത് ഒരു നല്ല ആക്ടർ ആവണമെങ്കിൽ ആക്ടിങ്ങിനെ കുറിച്ച് മാത്രമല്ല, മൊത്തം ചുറ്റുപാടും എല്ലാത്തിനെയും കുറിച്ച് ഇത്രയും ഒരു നല്ല ധാരണ ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആക്ടിങ്ങിനെയും അത് നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പൊ ലൈറ്റിംഗ് ആവട്ടെ, ലെൻസ്, ക്യാമറ, നിങ്ങളുടെ കഥാപാത്രങ്ങൾ മാത്രം പഠിക്കുക എന്നുള്ള ഒരു സാധനം അത് വർക്കാവോ ഒരു സിനിമയില്? കാരണം ഇതൊരു ഫുൾ പാക്കേജ് ആണ്. ഇപ്പൊ പ്രേമവത ചെയ്ത ക്യാരക്ടർ അതിന്റെ ഒരു ഫുൾ ഇന്റൻസിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ അപ്പുറമുള്ള പ്രേമവതയുടെ ചെമ്പകത്തിന്റെ കഥാപാത്രത്തിന്റെ ഇതറിയണം, ഡബിൾ മോഹന്റെ ഇതറിയണം, ഇവരുടെ പശ്ചാത്തലങ്ങൾ അറിയണം. അപ്പൊ അതൊക്കെ പഠിക്കും. ഉണ്ട്. കാരണം ഇപ്പൊ ഒരു ക്യാരക്ടർ വരുമ്പോ ആദ്യം നമ്മളെ ക്യാരക്ടറായിട്ട് കുറച്ച് എംപത്തൈസ് അല്ലേ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ കഥാപാത്രം ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ കഥാപാത്രം ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. ചൈതന്യം എന്നൊരു പറയുന്ന കഥാപാത്രം പ്രിയംവദയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ജീവിത സാഹചര്യം ആയിക്കോട്ടെ, ചൈതന്യം റിയാക്ട് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, ചൈതന്യം ചിന്തിക്കുന്ന രീതി ആയിക്കോട്ടെ, ഈഗോ ലെവൽസ് ആവട്ടെ, എല്ലാം വളരെ ഡിഫറൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം. അപ്പൊ ആ ഒരു കഥാപാത്രത്തെ മനസ്സിലാക്കണമെങ്കിൽ ആളുടെ ഇക്വേഷൻസ് വിത്ത് അമ്മ അല്ലെങ്കിൽ ബാക്കി കഥാപാത്രങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പൊ ചൈതന്യത്തിന്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ പലതും സംഭവിച്ചത് കൊണ്ടാവാം അമ്മേനോട് ഇങ്ങനെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ലോകത്ത് ഇങ്ങനെ കാണുന്നത്. അപ്പൊ അത് നമ്മൾ ശരിക്കും പറഞ്ഞ ആ കഥാപാത്രം മാത്രം പഠിച്ചു കഴിഞ്ഞ ഒരു ഇൻകംപ്ലീറ്റ് ഹോംവർക്ക് ആയിരിക്കും. പിന്നെ ഫസ്റ്റ് സിനിമ തൊട്ടപ്പനിൽ തന്നെ സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടി. ആദ്യത്തെ സിനിമയിൽ തന്നെ വലിയൊരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ നെക്സ്റ്റ് അതിലും നന്നായിട്ടിരിക്കണം ചെയ്യാൻ. അങ്ങനത്തെ ഒരു സ്ട്രെസ് ആണോ അതല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആണോ? ഇപ്പൊ നമുക്ക് കിട്ടിയ ഒരു അംഗീകാരം
അത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റിയും അതായത് നമുക്കൊരു എൻകറേജ്മെന്റും കൂടിയാണ്. കാരണം അതേപോലെ റെസ്പോൺസിബിലിറ്റി. അതെ, അതായത് ഞാൻ സിനിമ അത്രയധികം ആഗ്രഹിച്ച് വന്ന ഒരാളാണ്. എന്താ പറയാ, പുറത്തുനിന്ന് കാണുമ്പോൾ സിനിമ വേറെ തന്നെ ഒരു ലോകമായിട്ടാണ് നമുക്ക് തോന്നിയത്. ഇപ്പൊ നടക്കോ നടക്കില്ല എന്നൊക്കെ അറിയില്ലല്ലോ, പക്ഷെ ആഗ്രഹിക്കാം. അങ്ങനെ അത്ര ആഗ്രഹിച്ച് സിനിമയിലേക്ക് വന്ന ഒരാളാണ്. അപ്പോ അങ്ങനത്തെ ഒരാൾക്ക് ഇപ്പൊ ഫസ്റ്റ് മൂവിയിൽ ഇങ്ങനത്തെ ഒരു അംഗീകാരം കിട്ടുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. അതായത് ചിലപ്പോൾ റൈറ്റ് പാത്ത് തന്നെയായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് നമ്മളോട് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബട്ട് ഓൾസോ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ടേക്കൊന്നും ലൈറ്റ് ആയിട്ട് എടുക്കരുത്. ഇപ്പൊ ഒരു സിനിമയിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ റോഷാക്ക് പോലത്തെ ഒരു സിനിമ, ഇപ്പൊ റോഷാക്ക് ചെയ്തപ്പോ ഞാനൊക്കെ 2 സീനിലും ഉണ്ടാവുള്ളൂ. അതൊന്നും പ്രിയംവദയുടെ എല്ലാ എടുത്ത സിനിമകളൊക്കെ നോക്കുമ്പോൾ അത് റോഷാക്ക് പോലത്തെ ഒരു സിനിമ സെലക്ട് ചെയ്യുന്നതിനകത്ത്, ക്യാരക്ടർ ചൂസ് ചെയ്യുന്നതിനകത്തൊക്കെ ഒരു ഇന്റൻഷണൽ ആയിട്ട് അങ്ങനെ ചെയ്യുന്നതാണോ, അതല്ലെങ്കിൽ അതുപോലെ വരുന്നതാണോ? വരുന്നതിൽ നിന്നല്ലേ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ബട്ട് അങ്ങനെ പറയാൻ കൊറേ സിനിമകളൊന്നും ഇല്ല. പക്ഷെ ചെയ്തതൊക്കെ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ സിനിമയുടെ ഒരു ഐശ്വര്യം തന്നെയായിരിക്കും കേട്ടോ. കാരണം പിന്നെ വന്ന സിനിമകളൊക്കെ തൊട്ടപ്പൻ കണ്ടു കഴിഞ്ഞിട്ട് വന്ന സിനിമകളാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ശരിക്കും സിനിമ ഒരു ഭാഗ്യം തന്നെയായിട്ട് എനിക്ക് തോന്നാറ്. അല്ലാണ്ട് ഞാൻ ചൂസ് ചെയ്യുന്ന അങ്ങനെയൊന്നുമല്ല. മറയൂരിലെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ലൊക്കേഷൻ മറയൂർ വന്നിട്ടുണ്ടായിരുന്നോ? മറയൂർ പക്ഷേ ഇവർക്കാണ് കൂടുതൽ നെല്ലിയാമ്പതിയിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് ധ്രുവന്റെ പോർഷൻ നെല്ലിയാമ്പതിയിൽ അല്ല, മറയൂർ ഉണ്ടായിരുന്നു. പക്ഷെ കമ്മിയാണ്. ഇവർക്കാണ് ഏറ്റവും കൂടുതൽ. ഇവരാണ് കൂടുതലും അവിടെ. പക്ഷെ ഞാൻ നിങ്ങള് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻസിനെ കുറിച്ച് കുറെ കേൾക്കാറുണ്ട്. ഭയങ്കര അടിപൊളി. അതെങ്ങനെയത്? കാടിനുള്ള ഓഫീസർ ആയതുകൊണ്ട്, ഫോറസ്റ്റ് ആയതുകൊണ്ട് അതെ എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ ഉണ്ടായിരുന്നില്ല, അത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എല്ലാരും നമ്മുടെ ക്രൂ മെമ്പേഴ്സിൽ മിക്ക ആൾക്കാരും ഓരോ ഫോട്ടോസ് ഓരോ സാധനങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ കരടി, കാട്ടുപോത്ത്, ആന ഇതിനൊക്കെ കണ്ടുള്ളൂ. കുറച്ചുപേര് പുലിനൊക്കെ കണ്ടിട്ടുണ്ട് നേരിട്ട്. ആന വന്ന എന്ത് ചെയ്യണം? ആന വന്നാൽ പെട്ട് ഒന്നും ചെയ്യാനില്ല. ഞാൻ മുമ്പൊക്കെ ഭയങ്കര ധൈര്യമായിരുന്നു. ആനയെ മുമ്പിൽ കാണണം. ഫ്രണ്ട്സിന്റെ കൂടെ, ഞാൻ കാട് കയറുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ആന ഉണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ പറയും നമുക്ക് പോയി നോക്കാം എന്നുള്ളത്. പക്ഷെ ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല. പക്ഷെ ഈ പടത്തിൽ അത് സാധിച്ചു. കാരണം ഞാനൊരു ദിവസം രാത്രിയില് മറയൂർക്ക് പോവാണ്. അപ്പൊ ഒരു പുലർച്ചെ ഒരു 2 മണി 3 മണിയായിരുന്നു. ആ സമയത്ത് കാട്ടിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ആന ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. അതിന് മുന്നേയും കാണുകയൊക്കെ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞൊരു വളവ് വളഞ്ഞതും നേരെ മുമ്പിൽ നിൽക്കുകയാണ്. ഇപ്പുറത്താണെങ്കിൽ ക്ലിഫ്, ഇപ്പുറത്താണെങ്കിൽ മല. അപ്പോൾ റോഡ് ഒരു ബസ്സിനൊക്കെ പോകാനുള്ള ഒരു വീതി മാത്രമേ ഉള്ളൂ. ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെയും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. ഒന്നും ചെയ്യാൻ പാടില്ല, ലൈറ്റ് ഓഫ് ചെയ്യാനോ ഒന്നും പാടില്ല. നമ്മൾ എങ്ങനെയാണോ വന്നത് അതേപോലെ സസ്റ്റെയിൻ ചെയ്യണം. അങ്ങനെ തന്നെ അവിടെ നിൽക്കുക. അവിടെ നിന്ന് ഒരു 2 മണിക്കൂറോളം. പിന്നെ ഒരു KSRTC വന്നപ്പോഴാണ് ബാക്കിയുള്ളവർ പറഞ്ഞു ഒപ്പം പിടിച്ചോ, ഇതിന്റെ കൂടെ പോവാന്ന്. അപ്പൊ KSRTC വന്നപ്പോ ആനമല്ലേ മറ്റേ മതിലൊക്കെ ചാരി നിൽക്കുന്ന ചെരിഞ്ഞു കൊടുക്കുന്നു. ആന പോയി. അവർക്ക് അറിയാം KSRTC അത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതെങ്ങനെ സംഭവിച്ചു? നമ്മൾ വന്നപ്പോ ഇങ്ങനെ നിൽക്കുക, നിവൃത്തിയില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ ബസ് വന്നപ്പോ മെല്ലെ ഒന്നിങ്ങനെ ബസ് അങ്ങനെ ഹോൺ അടിച്ച് ഒരൊറ്റ കയറ്റി ഞങ്ങൾ ഒപ്പം എടുത്തു പോയി. എത്ര നേരം അങ്ങനെ നിന്ന്? 1.5-2 മണിക്കൂറോളം നിന്നു. അതിനുശേഷം ഞാൻ കാട്ടിൽ കയറുമ്പോ ആന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയാ. കാരണം നമ്മള് ഉത്സവത്തിനൊക്കെയാണ് ആനയെ കാണാൻ. അത് വളരെ സേഫാണ്, നമുക്കൊന്നും തോന്നാറില്ല. ഭയങ്കര കൗതുകമാണ് ആനയെ കാണാൻ, അതിന്റെ ഇത് കണ്ടോണ്ടിരിക്കും. പക്ഷേ വൈൽഡില് കാണുമ്പോ ഉണ്ടല്ലോ പേടിച്ചു പോകും. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ട്രാവൽ ചെയ്യുമ്പോ പറഞ്ഞു ആ കാട്ടുവഴി പോവാൻ. ഞാൻ പറഞ്ഞു ആന ഉണ്ട്, ഞാനില്ല, നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ അല്ല, അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ പറഞ്ഞു. ഭയങ്കര പേടിയാ. ഇപ്പോഴും ഇത്തവണ ഷൂട്ടിനൊക്കെ പോകുമ്പോഴും ഞാൻ വണ്ടി ഞാൻ ഒറ്റയ്ക്ക് പോവില്ല. അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് ഒറ്റയ്ക്ക് പോവാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമില്ല. എനിക്ക് ധൈര്യമില്ല. ആന നമ്മുടെ വണ്ടി ഷൂട്ടിംഗ് വണ്ടി അങ്ങനത്തെ എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ മറയൂര് പോണ വഴിക്ക്, ഇപ്പൊ മൂന്നാർ വഴിയൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ പോകുമ്പോഴൊക്കെ ആനേനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. കുറച്ച് കൂട്ടം ആനകളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ കാട്ടുപോത്ത്. ലൊക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഞാൻ ആദ്യമായിട്ട് മറയൂര് കാണുന്നത് വിലായത്ത് ബുദ്ധയുടെ
ഷൂട്ടിങ്ങിന് പോകുമ്പോഴാണ്. ലൊക്കേഷന് വേണ്ടിട്ട് തന്നെ ഏകദേശം 1 year അവരത് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ പറയാം. 1 വർഷം എടുത്തിട്ട് ഒരു കാരണം കരിമ്പൻ തോട്ടത്തിലായിരുന്നു ഇവരത് കൾട്ടിവേറ്റ് ചെയ്ത് കരിമ്പ് അവിടെ വളർന്ന് വന്ന് വീട് അതിന് അത്രയും കാത്തിരുന്നു, അത്രയും സമയം കാത്തിരുന്നു. കാരണം അത് അങ്ങനത്തെ ഒരു ലൊക്കേഷനാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അത് ബംഗ്ലാനാണ് അതിന്റെ. ബംഗ്ലാൻ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യണ ഒരാളല്ല. ബംഗ്ലാൻ ഭയങ്കര ക്ലാരിറ്റിയിൽ ചെയ്യുന്ന, അതിന്റെ പെർഫെക്ഷൻ മാക്സിമം ഇതിന് സമയം എടുത്താലും ഇത് പെർഫെക്റ്റ് ആയിട്ട് റിയൽ ആയിട്ട് നോവല് വായിക്കുമ്പോ നമുക്ക് തലയില് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന തരം ഒരു സ്വഭാവം ഉണ്ട് ഈ കഥയ്ക്ക്. അത് റിയാലിറ്റി ആക്കണമല്ലോ. അതും റിയാലിറ്റി ആക്കണം, അതിനേക്കാളും കൂടുതൽ നിൽക്കുകയും വേണം. അതെ. ഇപ്പൊ ചൈതന്യത്തിന്റെ വീടാണെങ്കിലും മോഹനന്റെ വീടാണെങ്കിലും പിന്നെ പല കാര്യങ്ങളും പുള്ളി ഉണ്ടാക്കിയെടുത്ത സെറ്റാണ്. ഓക്കെ. ചില കാര്യങ്ങളും കണ്ടിട്ട് സെറ്റാന്ന് മനസ്സിലായിണ്ടായിരുന്നില്ല. കാരണം അത്രയും റിയൽ. അത് പറയാൻ പറ്റില്ല, പടം കഴിഞ്ഞിട്ട് ഭയങ്കര അടിപൊളി. അല്ല, നോവലില് ചില സീനൊക്കെ ഉണ്ട്, ഡബിൾ മോഹൻ ഇങ്ങനെ വരുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയായിരിക്കും സ്ക്രീനിൽ കാണാന്നുള്ളതാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ചൈതന്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോംവർക്ക് എങ്ങനെയായിരുന്നു അത്? ഹോംവർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഹോംവർക്ക് അത്യാവശ്യവുമാണ് ചൈതന്യം എന്നുള്ളൊരു ക്യാരക്ടറിന്. പിന്നെ അത് പോസിബിൾ ആക്കി തരാൻ ഉള്ളൊരു അടിപൊളി ടീം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജയൻ ചേട്ടൻ ഡയറക്ടർ ആണെങ്കിലും നമ്മുടെ അസോസിയേറ്റ് വിനോദ് ചേട്ടൻ, കിരൺ ചേട്ടൻ, പിന്നെ അർജുന്, കുറെ പേരുണ്ട്. ഇവരൊക്കെ ആ ഹോംവർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നു. അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് എവിടെ പോയാലും. അപ്പോ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, പടം തുടങ്ങുന്നതിന് മുന്നേ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ക്യാമ്പിന്റെ ഗുണം എന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റിൽ പോകുമ്പോൾ പരിചയക്കാരായിട്ട് അഭിനയിക്കുന്ന പോലെ നമുക്ക് തോന്നും. കുറച്ച് ദിവസം നമ്മൾ ക്യാമ്പിൽ പരിചയമായി കംഫർട്ടബിൾ ആയി. അപ്പൊ ക്യാമ്പിൽ ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ എന്റെ നോർമൽ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് പോയി. പിന്നെ സെക്കൻഡ് ഡേ തൊട്ട് ചൈതന്യത്തിന്റെ കോസ്റ്റ്യൂം ഇട്ട് പോകാൻ തുടങ്ങി. അപ്പൊ ചെറുതായിട്ട് നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് സീനൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ബെറ്റർ ആക്കാൻ പറ്റുമായിരിക്കും എന്ന് തോന്നി. ഐ തിങ്ക് വിനോദേട്ടന്റെ ആരുടെ ഐഡിയ ആയിരുന്നു അങ്ങനെ ചെയ്യും. കിരൺ ചേട്ടന്റെ ഐഡിയ എന്തുവായിരുന്നു? പ്രിയമത ചൈതന്യത്തിന്റെ കോസ്റ്റ്യൂം ഇട്ട് ക്യാമ്പിൽ പോയി. അത് മറയൂര് പോയിട്ട്. എന്നിട്ട് നമ്മൾ ക്യാമ്പ് ഇവിടെ കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 10 ദിവസം എന്തോ മുമ്പ് മറയൂര് പോയി. അതാണ് ഞാൻ ആദ്യമായിട്ട് മറയൂര് കാണുന്നത്. അപ്പോഴാണ്. അതുവരെ ഞാൻ ഈ ചൈതന്യമായിട്ട് ആള് റെഡിയായി, പിന്നെ ചൈതന്യത്തെ മറയൂര് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുന്നത് പോലെ. എന്നിട്ട് മറയൂര് പോയി. അവിടെയും ഒരു ചെറിയ ക്യാമ്പ് ഉണ്ടായിരുന്നു, ചെറിയൊരു 1-2 ദിവസത്തെ ഒരു ക്യാമ്പ്. ബട്ട് മറയൂര് പോയപ്പോ ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക, ഒന്നും കൂടി ഒന്ന് ബെറ്റർ ആക്കാൻ, കുറച്ചുകൂടി കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ അവരെനിക്ക് ഒരുക്കി തന്നൊരു പോസിബിലിറ്റിയാണ്. അവിടെ ഒരു ചെറിയൊരു തുന്നൽ കടയുണ്ടായിരുന്നു, തുമ്പീസ് എന്ന് പറഞ്ഞത്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് കുറച്ച് നടന്നതിന് എത്തും. എന്നോട് ഇവര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും പറയുമ്പോൾ എന്നും രാവിലെ അങ്ങോട്ട് പോവാ, എന്നും അതൊരു ജോലിയായിട്ട് കണ്ടാൽ മതി. ചൈതന്യമായിട്ടൊന്നല്ല, എന്നും രാവിലെ ഓഫീസിൽ പോകുന്ന പോലെ റെഡിയായി തുമ്പീസിൽ പോയിരിക്കുന്നു. തുന്നാൻ അറിയാത്തത് കൊണ്ട് അവിടെ റിസപ്ഷനിൽ കൂടെ ഇരിക്കുന്നു. കാരണം ഈ തുന്നൽ കട എന്ന് പറയുമ്പോൾ ഒരു ലേഡീസ് ടൈലറിംഗ് ഷോപ്പായിരുന്നു. അപ്പൊ മറയൂരില് അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ലേഡീസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കും ഒരു ലേഡീസ് തുന്നൽ കട. അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കുറെ ആൾക്കാർ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ തുന്നൽ കട നടത്തുന്ന ചേച്ചിയായിട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആയി. പിന്നെ ചേച്ചിയുടെ മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ ഞാനാണ് കൂട്ടിക്കൊണ്ടുവരിക. ബസ് നിന്നിട്ട് വീട്ടിൽ കൊണ്ടാക്കും, തിരിച്ച് ഞാൻ കടയിൽ വന്നിരിക്കും. അങ്ങനെ അവിടുത്തെ ഒരാളായി. ഇങ്ങനത്തെ ചില എക്സ്പീരിയൻസസ് എനിക്ക് തോന്നുന്നു ആസ് എൻ ആക്ടർ നമുക്ക് കിട്ടുന്ന കാര്യമാണല്ലോ. അത് ഭയങ്കര രസമാണ്. നടന്മാർക്കും നടിമാർക്കും മാത്രം കിട്ടുന്ന അത് ഭയങ്കര രസം. അപ്പം ആ ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് എനിക്ക് ആക്ച്വലി ഹോംവർക്ക് ചെയ്യാൻ ഇഷ്ടം. കാരണം നല്ല രസമല്ലേ ഇതൊക്കെ. വെറുതെ എനിക്ക് ഒരു കടയിൽ പോയി പറയാൻ പറ്റും, അതായത് ഇനി 10 ദിവസം ഞാൻ ഇവിടെ വെറുതെ നിങ്ങളുടെ കൂടെ ഇരുന്നു. ഇല്ല, വേറെ ഏത് പ്രൊഫഷൻ ആയാലും നമുക്ക് അത് മാത്രമായിട്ടല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. ജേർണലിസ്റ്റ് ആണെങ്കിൽ ജേർണലിസ്റ്റ് ആണ്. പക്ഷെ ഇത് ഒരുപാട് ക്യാരക്ടേഴ്സിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവർക്ക് നമ്മൾ കുറച്ച് നാള് വേറെ ആളായിട്ട് അങ്ങ്. പിന്നെ ഞാനൊരു സ്ഥലത്ത് ശർക്കര ഉരുട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞു ഒരിട്ട സീനിലെന്തോ ശർക്കര ഉരുട്ടുന്നുള്ളൂ. പക്ഷെ അത് ചെയ്യുമ്പോ ആദ്യമായിട്ട് ശർക്കര ഉരുട്ടുന്ന ഒരാളെപ്പോലെ ആവരുത്. ഇത് നിൽക്കുന്ന ചൈതന്യത്തിന് ഇത് വളരെ നാച്ചുറൽ ആയിട്ട് വരുന്നൊരു സാധനം. എന്നിട്ട് എനിക്കറിയില്ലായിരുന്നു ഇത്ര ചൂടുള്ള സാധനമാണെന്ന്. ചൂട് സാധനമാണ് നമ്മൾ ഉരുട്ടി ശർക്കര ആക്കുന്നത്.
ആദ്യത്തെ ദിവസമൊക്കെ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, കൈയൊക്കെ റെഡ് ആയിട്ട്. ആദ്യത്തെ ദിവസം നടക്കുന്നില്ല. എനിക്ക് കത്തിയില്ല. ഇത് നമ്മൾ പിന്നെ ആർട്ടുകാർ ഇത്രയും ചൂടുള്ള സാധനമൊന്നും ആയിരിക്കില്ല. പക്ഷെ അവിടെ കഥാപാത്രമായിട്ട് ജീവിച്ചു, ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് പിന്നെ ഒരു ഫാക്ടറിയിൽ എവിടെയോ പോയിട്ട് ഒരു ദിവസം കുറെ ശർക്കരയൊക്കെ ഉരുട്ടി, അതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അത് എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയെങ്കിലും എനിക്ക് കിട്ടില്ല. ബട്ട് ഇതൊക്കെ എനിക്ക് പോസിബിലിറ്റി ആക്കി തന്ന ഒരു ടീം അവിടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. പിന്നെ വേറെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ കുറച്ച് വെയിറ്റ് ഗെയിൻ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമായിരുന്നു. അല്ലാണ്ട് ധ്രുവൻ അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ ചേഞ്ച് അങ്ങനെ എന്തെങ്കിലും ഇല്ല, ഫിസിക്കൽ ചേഞ്ച് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഓൾറെഡി കണ്ണൂർ സ്കോഡ് കഴിഞ്ഞിട്ടായിരുന്നു ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് തടി കുറയ്ക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു 5 കിലോയോളം കുറച്ചിട്ടാണ് ഇതിൽ വന്നത്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നു, പിന്നെ കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ ഒന്നുകൂടി കുറച്ചത്. ഇപ്പൊ കുറച്ചിരിക്കുക. ഇപ്പൊ അടുത്ത പടത്തിന് വേണ്ടി ഒന്നുകൂടി കുറച്ചത്. അടുത്ത പടം പള്ളിച്ചട്ടമ്പി. സച്ചിയുടെ ഡ്രീം പ്രോജക്റ്റ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ അത് പുൾ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ഇമോഷണൽ കണക്ഷൻ എനിക്ക് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പുള്ളിയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? പുള്ളി ഈ സിനിമയെ എങ്ങനെയാണ് ക്യാരി ചെയ്തത്? ചേട്ടൻ അടിപൊളിയല്ലേ അല്ലേ? അയ്യോ, അടിപൊളി ഡയറക്ടറാ. നോട്ട് ജസ്റ്റ് ഡയറക്ടർ, ഇപ്പൊ ജയൻ ചേട്ടന്റെ കൂടെ വെറുതെ ഒരു 5-10 മിനിറ്റ് ഇരുന്ന് സംസാരിച്ച് തന്നെ ഭയങ്കര രസമാണ്. എന്താ പറയാ, ഉള്ളതുപോലെ പറയും, വലിയ ഫിൽറ്റർ ഒന്നും ഇല്ല. ഭയങ്കര രസം. അപ്പൊ നമുക്കും എന്തും പറയാനുള്ളൊരു ഫ്രീഡം നമുക്ക് തോന്നും. അതായത് ഇതൊരു ലോങ് ജേർണി ആണല്ലോ. ആൻഡ് എനിക്ക് എന്താ വീണ്ടും ജയൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഗുരുവിന്റെ സിനിമ എന്ന് പറഞ്ഞില്ലേ, ശിഷ്യൻ ഇതായിരുന്നെങ്കിൽ ഗുരു എന്തായിരിക്കും കാരണം അത്ര ഭീകരനാണ് പുള്ളിയുടെ. സച്ചിയുടെ സിനിമകൾ ഞാൻ നേരത്തെ പറഞ്ഞത്, സച്ചിയുടെ സിനിമകളിൽ എന്ന് പറഞ്ഞാൽ ഈഗോ ക്ലാഷ് ആണ്. 2 പ്രധാന കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ്. അത് അയ്യപ്പനും കോശിയാലും ശരി, ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും ശരി, ഇതിലും അങ്ങനെ തന്നെയാണ്. ഇതിൽ നമുക്ക് ഇതാണ് നായകൻ, ഇതാണ് വില്ലൻ എന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. അത് ഈ പുള്ളിക്കാരൻ ജയൻ നമ്പ്യാർ എന്ന് പറയുന്ന ഡയറക്ടർ ഇതിന് എങ്ങനെയാണ്, സച്ചിയുടെ ഡയറക്ഷൻ നമ്മൾ കണ്ടു, ജയൻ നമ്പ്യാരുടെ ഡയറക്ഷനിൽ അത് എങ്ങനെയായിരിക്കും? എനിക്ക് തോന്നുന്നത് കമ്പയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരരുത്. രണ്ടുപേരും ഇൻഡിവിജ്വൽ ഡയറക്ടേഴ്സ്. ആൻഡ് ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുമ്പോൾ ഇന്ദു ഗോപൻ സാർ എഴുതി വെച്ച ഒരു ബുക്കാണ്. ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലേ ചെയ്യാൻ പറ്റും. അതെ അതെ. ജയൻചേട്ടന്റെ പറയുകയാണെങ്കിൽ ജയൻചേട്ടനാണ് എന്നെ ട്യൂൺ ചെയ്ത് ആ കഥാപാത്രം ആക്കാൻ ശ്രമിച്ചതൊക്കെ പുള്ളിയാണ്. അത് ഭയങ്കര രസകരമായിരുന്നു. എനിക്ക് ആരും പരിചയം ഉണ്ടായിരുന്നില്ല. ആകെ അറിയണത് കിരൺ റാഫേൽ അസോസിയേറ്റ് ഉണ്ടായിരുന്നു, പുള്ളീനെ മാത്രമേ പരിചയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഡയറക്റ്റ് ജോയിൻ ചെയ്തു. രാജോട്ടിന്റെ കൂടെയുള്ള ഡയലോഗ് സീക്വൻസും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുമാണ് വരുന്നത്. എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം രാജോട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഓൾറെഡി ഇത് രാജോട്ടിന്റെ ഭാഗത്ത് ഒരു ഫോൾട്ടും ഉണ്ടാവില്ല. എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ എൻ്റെ നിന്നാണ് എനിക്കറിയാം. അപ്പൊ ഞാൻ മാക്സിമം അതിന് എഫേർട്ട് ഇട്ടുണ്ടായിരുന്നു, കറക്റ്റായിട്ട് അവർക്ക് ഈസി ആക്കാൻ, എത്രയും ഈസി ആക്കാൻ പറ്റുമോ അത്രയും ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ പറഞ്ഞാൽ 2 days 3 days അത്രയും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരെ പോയി അപ്പൊ എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് ഉള്ള സമയത്ത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെ ജയൻ ചേട്ടന്റെ ഇടപെടൽ വന്നു. അപ്പൊ എനിക്ക് ജയൻ ചേട്ടനെ മനസ്സിലായി, ഓക്കെ ഇതാണ് ആള്. കാരണം ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് മുഖത്ത് നോക്കി പറയുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്ന് മുതല് എനിക്ക് ജയൻ ചേട്ടനോട് ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. ചേട്ടാ എന്തുണ്ടെങ്കിലും പറഞ്ഞു, അല്ലെങ്കിലും ഞാൻ പറയൂടാ. അത്രയും കമ്പനി ആയിട്ടുള്ള ഒരു ആളാണ് ജയൻ ചേട്ടൻ. അത് ഭയങ്കര ജയൻ ചേട്ടനാണ്. ഇതിൽ എന്തെങ്കിലും ഒരു ഇഷ്ടം എൻ്റെ കഥാപാത്രത്തിനോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ എൻ്റെ കഴിവല്ല, ഇത് പക്ക ജയൻ ചേട്ടന്റെ കഴിവാണ്. അല്ലെങ്കിൽ ആ ക്രൂസിന്റെ ഇപ്പൊ വിനോദ് ഭയങ്കര അടിപൊളി ഒരു ആക്ടറാണ് പുള്ളി. ഗംഭീര ആക്ടറാണ് പുള്ളി, ഗംഭീര ആർട്ടിസ്റ്റാണ്. വളരെ സിമ്പിൾ ആയിട്ട് കൺവേ ചെയ്തു തരും നമുക്ക് എന്താണ് കാണിച്ചു തരുമായിരുന്നു. ആക്ച്വലി ഇപ്പൊ പടത്തിന്റെ ഷൂട്ടിന് മുന്നേ ഞാൻ കുറച്ച് റിഹേഴ്സൽ ഒക്കെ ചെയ്യുമായിരുന്നു, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതൊന്നും ഇതായിട്ടൊന്നും സെറ്റ് ആവാൻ. അപ്പോ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഡബിൾ മോഹനായിട്ട് അഭിനയിക്കുന്നത് വിനോദേട്ടനാണ്. അടിപൊളി നടനാ. ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ പണി നിർത്തി അഭിനയിക്കാൻ അടിപൊളിയായിട്ട് അഭിനയിക്കും. ഷമി തിലകന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്, പുള്ളി ഇതിനെ എങ്ങനെ ഭാസ്കരൻ മാഷായിട്ടുള്ള ഒരു പരിണാമം എങ്ങനെയായിരുന്നു?
ഭാസ്കരൻ മാഷ് എന്ന് പറഞ്ഞ ഷമ്മി തിലകൻ സാർ തന്നെ. ഷമ്മി ചേട്ടൻ അല്ലാണ്ട് എനിക്ക് വേറൊരാളെയും ഭാസ്കരൻ മാഷായിട്ട് ഇപ്പൊ ചിന്തിക്കാൻ പറ്റുന്നില്ല. അതായത് ഷമ്മി ചേട്ടൻ പെർഫോം ചെയ്യണത് കണ്ടപ്പോ ആ വോയിസ് സ്വാഗാണ്. എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് എനിക്കും വളരെ കുറച്ചുണ്ടായിരുന്നു. എനിക്ക് ആകെ കുറച്ചുള്ളൂ. ഞാനിത് വെയിറ്റിംഗ് ആയിരുന്നു. കാരണം ഞാൻ സെറ്റിൽ വരുമ്പോഴൊക്കെ ഷമ്മിച്ചേട്ടന്റെ ഇതിങ്ങനെ കേൾക്കേണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു എനിക്കൊരു സീനോ അല്ലെങ്കിൽ ഒന്ന് അത്രയും സീനിയർ നമ്മള് സീനില്ലെങ്കിലും അവിടെ ചെന്നിട്ട് കാണുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സീനില്ലെങ്കിലും കാണാനുള്ള ഷൂട്ട് പോയിട്ട് ഇവരെങ്ങനെ അല്ല, അഭിനയിക്കുന്ന ആ സമയത്ത് നമ്മൾ ഉണ്ടാവില്ലല്ലോ. സീനില്ലെങ്കിൽ നമ്മൾ അവിടെ ഇല്ല. ഞാൻ അവിടെ മറയൂരുണ്ടെങ്കിൽ മാത്രം ഇപ്പൊ ചില സീൻസ് എനിക്ക് വായിക്കുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. ഭയങ്കര രസമുള്ളൊരു ഇപ്പൊ എനിക്ക് പണ്ട് പ്ലാൻ ഉണ്ടായിരുന്നത് കോളേജ് കഴിഞ്ഞിട്ട് എനിക്കൊരു ഫിലിം സ്കൂളിൽ പോകണം, അത് പഠിക്കണം ഇത് പഠിക്കണം. ബട്ട് കോളേജിൽ പഠിക്കുന്ന സെക്കൻഡ് ഇയർ ആകുമ്പോഴാണ് തൊട്ടപ്പൻ സിനിമ വരുന്നത്. പിന്നെ അങ്ങനെ പോയി. അപ്പൊ ഇങ്ങനത്തെ ചില സമയത്ത് നമ്മൾ സെറ്റിൽ പോയിരുന്ന് ഇവര് പെർഫോം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇവര് ഷൂട്ട് ചെയ്യുന്ന രീതി കാണുമ്പോൾ എനിക്ക് തോന്നും ഇത് ഞാൻ ചിലപ്പോൾ വല്ല ഫിലിം സ്കൂളിൽ പോകാത്തത് കൊണ്ടായിരിക്കാം. ഒരു സ്കൂളിനും പറഞ്ഞു തരാൻ പറ്റാത്ത ചില കാര്യങ്ങളായിരിക്കാം നമ്മൾ അവിടെ ഇരുന്ന് കാണുന്നതും പഠിക്കുന്നത്. അത് ഒരു അസാധ്യം എക്സ്ട്രീംലി ഗുഡ് എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി ഷമ്മി ചേട്ടനെ പോലത്തുള്ള ഇത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസും ഇത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ആക്ടേഴ്സ് ആക്ട് ചെയ്യുന്നത് നമുക്ക് ചുമ്മാ അവിടെ ഇരുന്ന് ഫസ്റ്റ് കാണാൻ പറ്റുന്നത് തന്നെ ആസ് എൻ ആക്ടർ നമുക്കൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ അത് അത്രയും വലിയൊരു കഥാപാത്രമാണ് ഭാസ്കര മാഷ് എന്ന് പറയുന്നത്. ഈഗോ ആ വിലായത്ത് ബുദ്ധയുടെ പുസ്തകത്തിന്റെ ഫ്രണ്ട് കവർ തന്നെ വിലായത്ത് ബുദ്ധ മരം, ഒരു കട്ടില് കിടക്കുന്നു, തോക്ക് വെച്ചു. ഭാസ്കരൻ മാഷിന്റെ കഥയാണ് ആക്ച്വലി. അത് എനിക്ക് പേഴ്സണലി അങ്ങനെയാ തോന്നിയിരിക്കുന്നത്. അതായത് ഷമ്മി ചേട്ടനാണ് ഭാസ്കരൻ മാഷ്. ഇതെങ്ങനെയാ ഇതിലേക്ക് വരുന്നത്? എങ്ങനെയായിരുന്നു? തൊട്ടപ്പൻ കണ്ടു കഴിഞ്ഞിട്ട് എന്നെ ആദ്യം എന്നെ ഈ കഥ ഫോണിൽ കൂടെ കഥ പറഞ്ഞു. പിന്നെ സ്ക്രിപ്റ്റ് തന്നു. സ്ക്രിപ്റ്റ് വന്നപ്പോഴാണ് ഞാൻ ആദ്യത്തെ എനിക്ക് ഞെട്ടിയത്. ഒബ്വിയസ്ലി കഥ കേട്ടപ്പോ ഗംഭീര കഥ. സ്ക്രിപ്റ്റ് വിലായകുദ്ധയുടെ സ്ക്രിപ്റ്റില് ആദ്യം ആ മരത്തിന്റെ ഒരു രസമുള്ളൊരു ഫോട്ടോ ഞാൻ മറച്ചു നോക്കിയപ്പോ രാജുവേട്ടന്റെ ഒരു ഗ്രാഫിക്കൽ ഒരു ഫോട്ടോ ഉണ്ട്. ഡബിൾ മോഹനന്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളും മേക്കപ്പ് ഇട്ട് ഡബിൾ മോഹൻ. കൊള്ളാം കൊള്ളാം. അത് മറച്ചു നോക്കിയപ്പോ എന്റെ ഫോട്ടോ വെച്ചിട്ട് അവർ ചൈതന്യത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ജയൻ ചേട്ടനോട് സംസാരിക്കുന്നതിന് മുമ്പ് ചെയ്ത് ഒരു വർക്ക് ആയിരിക്കും. അതെന്നെ ശരിക്കും ഞെട്ടിച്ചു. അതിന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഒരു ഡയറക്ടർ എന്നോട് എന്നെ വിശ്വസിക്കുന്നു, ഇത്രത്തോളം വിശ്വസിക്കുന്നു. ആക്ച്വലി ജയൻ ചേട്ടൻ ആക്ടേഴ്സിൽ കാണിക്കുന്ന ഒരു ട്രസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തോന്നാൻ എന്നാ പിന്നെ എന്നെ കൊണ്ട് പറ്റുമായിരിക്കും. കാരണം ജയൻ ചേട്ടൻ ഒരാളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് തന്നെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. അതെ അതെ അതെ. എനിക്ക് ഈ സിനിമ ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് മോർ ദാൻ എ ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ഒരുപാട് പേരുടെ സ്വപ്നമായിട്ടുള്ള ഒരുപാട് പേരുടെ സ്വപ്നമാണ്. ഇമോഷണലി നമ്മൾ എല്ലാവരുടെയും കുറെ നാളായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണ് ഈ സിനിമ. ഞങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നവംബർ 21 വേണ്ടിയിട്ട് ശരിക്കും കാത്തിരിക്കുന്ന ദിവസം പോകുന്നില്ല. ടെൻഷനും എക്സൈറ്റ്മെന്റും. ഒബ്വിയസ്ലി ടെൻഷൻ ഉണ്ട്. അതായത് ഈ നോവൽ വായിച്ച ആൾക്കാർക്ക് ഈ കഥാപാത്രങ്ങളെ കാണുമ്പോൾ അവർക്കിത് ഓക്കെ ആണോ അല്ലയോ, നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് ഭയങ്കര ഗ്രാൻഡ് ആട്ടോ പടം. ആക്ച്വലി ഭയങ്കര ഗ്രാൻഡ്. അത് തിയേറ്ററിൽ തന്നെ, ഈ പടം തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണേണ്ട മൂവിയാണ്. ഒരു സ്മോൾ സ്ക്രീനിനെക്കാളും ഇത് ബിഗ് സ്ക്രീനിൽ കാണേണ്ടത്. നിങ്ങൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് ഒരു വർഷമൊക്കെ എടുത്തിട്ട് ഇത് ഗ്രോ ചെയ്ത് എടുക്കാന്നൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ. അത് മാത്രമല്ല ഇതിന്റെ ടെറൈൻ, ഇതിന്റെ ആ മറ്റേ ഇപ്പൊ ടീസർ അല്ല ഇറങ്ങിയിട്ടുള്ളൂ. ടീസറിൽ തന്നെയുള്ള ചില ഫ്രെയിംസ് ഇല്ലേ, മറ്റേ രാജുവേട്ടൻ മറ്റേ ചെയിൻസോ ഒക്കെ ആയിട്ട് വരുന്നു, ബാക്കിന്റെ ജീപ്പിന്റെ ലൈറ്റ് പുകയും കാര്യം, ഇതൊക്കെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ എന്തായിരിക്കും അല്ലെ, വിത്ത് മ്യൂസിക്കും എല്ലാം. ആ ഒരു എനിക്ക് ആ ഭാസ്കര മാഷിന്റെ വീട് ഇങ്ങനെ കാണിക്കുന്ന ഒരു ടീസർ അത് കണ്ടപ്പോ ഞാൻ ഇത് അങ്ങനെ തോന്നുന്നു, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുകയാണ്, കണക്ട് ആവുകയാണ്. എനിക്ക് ആക്ച്വലി ആ ലൊക്കേഷനിലേക്ക് പോയപ്പോ ഞാൻ വായിച്ച സാധനം തന്നെ കാണുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നി. ആണല്ലേ, ഞാനത് ജയൻ ചേട്ടനോട് പറയുകയും ചെയ്തു. അയ്യോ ഞാൻ വായിച്ച സാധനം തന്നെ ആട്ടോ ഞാൻ ഈ ചുറ്റും പറഞ്ഞു പോകും. നമ്മൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരു ആക്ച്വലി ആ ലോകം ഉണ്ടാക്കിയെടുത്തത്. ബംഗ്ലാൻ നല്ല പണിയെടുത്തിട്ടുണ്ട് പുള്ളി. എന്റെ
ആദ്യത്തെ പടം ബംഗ്ലാനായിരുന്നു ആർട്ട് ഉണ്ടായിരുന്നു. ആ ആ ആ അപ്പൊ എനിക്ക് ബംഗ്ലാനെ വളരെ പേഴ്സണലി അറിയാം. നല്ലൊരു സുഹൃത്താണ്. അതിന്റെ ഒപ്പം തന്നെ നല്ല വർക്ക്, പുള്ളിയുടെ വർക്ക് ഭയങ്കര അറിയാലോ. ഇപ്പൊ കാന്താരിയും കാര്യങ്ങളൊക്കെ, അതെ. നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ അതേപോലെ തന്നെ വർക്ക് ഇതിലും കുറെ ഏരിയാസ് നമുക്ക് മനസ്സിലാവില്ല, സെറ്റാണോ റിയൽ ആണോ എന്താന്നുള്ളത് അത്രയും പെർഫെക്ഷൻ ആയിട്ടാണ് പുള്ളി ചെയ്യുക. ഇപ്പൊ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം ഇടുമ്പോൾ നമുക്കൊരു ഫീൽ വരും. പിന്നെ നമ്മൾ ആ ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ പോകുമ്പോൾ നമുക്കൊരു ഫീൽ വരും. അതിന്റെ കൂടി ഇത്രയും ഗംഭീരമായൊരു ആർട്ട് സെറ്റും കൂടി കാണുമ്പോൾ നമുക്ക് ശരിക്കും അങ്ങ് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ടു ഗുഡ്. അപ്പോ ജേക്സ് ബി ജോയ് മ്യൂസിക് അതെങ്ങനെ ഈ സിനിമനെ പുള്ള് ചെയ്യുന്നത്? ജേക്സേട്ടനും ഞാനൊക്കെ ഫസ്റ്റ് പടത്തിൽ ഞങ്ങൾ ഒന്നിച്ചാണ് വരുന്നത്. പിന്നെ പുള്ളിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഭീകരമായിരുന്നു. അപ്പോ ഭയങ്കര ഇപ്പോഴത്തെ കിടിലൻ മ്യൂസിക് ഡയറക്ടറിൽ ഒരാളാണ്. അപ്പോ നമ്മൾ ഭയങ്കര പ്രതീക്ഷയിലാണ് നമ്മളും ഇരിക്കുന്നത്. ജേക്സേട്ടൻ എനിക്കും ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എന്റെ കരിയറിൽ എന്റെ ആദ്യത്തെ ഹിറ്റ് സോങ് എന്ന് പറയുന്ന മിന്നൽ എനിക്ക് ജേക്സ് ബി ജോയ് ആണല്ലോ ഇത് സമ്മാനിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോ വിലായത്ത് ബുദ്ധയിലും ജേക്സേട്ടന്റെ വക മാജിക് ഉണ്ടാവും. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ആൻഡ് മ്യൂസിക് ആണ് ഒരു സീനിനെ ശരിക്കും എൻഹാൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അത് ജേക്സ് ബി ജോയിന്റെ ജേക്സേട്ടന്റെ കയ്യിൽ അത് വളരെ സേഫ് ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആയി. തിയേറ്ററിൽ ഒന്ന് മൊത്തം ഫുൾ വോളിയൂമിൽ കേൾക്കണം. അപ്പൊ നവംബർ 21 വെയിറ്റിംഗിലാണ്. അതെ, ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. സുരാജ് ചേട്ടൻ, രാജുവേട്ടൻ, ഷമ്മി ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ. പിന്നെ എന്റെ അമ്മയായിട്ട് അഭിനയിച്ച രാജശ്രീ മാം, അല്ല എന്റെ അമ്മയായിട്ട് അഭിനയിച്ച രാജശ്രീ മാം. ആള് മലയാളിയാണ്, ബട്ട് മോസ്റ്റ്ലി തെലുഗു ഇൻഡസ്ട്രി. അതും വലിയൊരു ക്യാരക്ടർ അല്ലേ? അല്ലേ? അതെ അതെ. ചെമ്പകം എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ഇതുവരെ സിനിമയിൽ അതുപോലത്തെ ഒരു ക്യാരക്ടർ കണ്ടിട്ടില്ല. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഭയങ്കര രസമാണല്ലേ. അപ്പൊ അവരെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് മലയാളം സിനിമയിൽ നമ്മളെല്ലാരും കാണാനും പോകുന്നത്. ബട്ട് പണ്ട് മേഘസന്ദേശം ഇങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവര് ഹൈദരാബാദിലാണ് കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റ് വീണ്ടും അവര് മലയാളം സിനിമ ചെയ്യാൻ തുടങ്ങി. അപ്പോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നവംബർ 21 കാണാം. അതെ, കണ്ടിട്ട് പറയണം. ഓക്കെ.